കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇപ്പോൾ പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ പുസ്തകം എഴുതി പണമുണ്ടാക്കി പ്രശസ്തരാകുക എന്നുള്ള ആഗ്രഹം ഉടലെടുത്ത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഒരു നേതാവ് ഒരു പുസ്തകം എഴുതി എന്നറിയുമ്പോൾ തൊട്ടടുത്ത നേതാവും പുസ്തകം എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അടുത്ത നേതാവ് അവർ രണ്ടുപേരും എഴുതുന്നല്ലോ, എന്നാൽ പിന്നെ ഞാനും എഴുതും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ പുസ്തക എഴുത്ത് വിപ്ലവമാണ് നടക്കുന്നത് തോന്നുന്നു. കാരണം CPM-ന്റെ ജയരാജന്മാരിതാ മത്സരിച്ച് പുസ്തകം എഴുതുന്നു എന്നാണ്, അവരുടെ ജീവചരിത്രം എഴുതുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ ഞാൻ എല്ലാം തുറന്നു പറയും, എനിക്കെല്ലാം പറയാനുള്ള ഞാൻ പുസ്തകത്തിൽ പറയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അത് പുസ്തകത്തിനുള്ള ഒരു പ്രൊമോഷണൽ പ്രവർത്തനമായിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മാധ്യമങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനിത് ആ പുസ്തകം എഴുതുന്നുണ്ട്, ആ പുസ്തകത്തിൽ ഞാൻ എല്ലാം പറയും, എല്ലാം തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിന് ഒരു പ്രൊമോഷൻ നൽകി അതിനെ വിൽപ്പന ശക്തമാക്കി അതിലൂടെ അത്യാവശ്യം കാശ് അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ മടിച്ചു മാറ്റാം എന്നുള്ള കാശ് ഉണ്ടാക്കണം, അത് എഴുതുന്നതാണല്ലോ. അപ്പോൾ ആ പുസ്തകം ഉണ്ടാക്കാന്ന് പറയും. അങ്ങനെ വന്നപ്പോൾ EP ജയരാജൻ അങ്ങനെ പുസ്തകം എഴുതി കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് കുറച്ച് ബൂസ്റ്റപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. മാധ്യമങ്ങളിലൂടെ ആ വാർത്തകൾ നിറഞ്ഞു വരുന്നു. ഞാൻ എല്ലാം തുറന്നെഴുതും എന്ന് പറയുമ്പോൾ അവിടെ മറ്റേതോ ഒരു ജയരാജന് കുറച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടായി. എന്തൊക്കെയായിരിക്കും ഇയാൾ തുറന്നെഴുതുക? എന്നെക്കുറിച്ചുണ്ടാകുമോ, ഞാൻ ഇടപെട്ടതിനെ കുറിച്ചുണ്ടാകുമോ? ഞാൻ എന്തായാലും പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇയാൾ വൈദേഹി റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കള്ളപ്പണങ്ങൾ ചിലവാക്കുന്നു എന്ന് പറഞ്ഞൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇദ്ദേഹം ഇതിനകത്ത് എഴുതുമോ, തുറന്നെഴുതുമോ? അപ്പോൾ എനിക്കിട്ടും കൂടെ ഒരു കുത്ത് ഈ പുസ്തകത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ P ജയരാജൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ജയരാജൻ സഖാവിനും സംശയം തോന്നി തുടങ്ങി. അദ്ദേഹവും ഇതാ പുസ്തകം എഴുതാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഏകദേശം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ചില വിവരങ്ങളുണ്ട്. പക്ഷേ ഇനി EP ജയരാജൻ പറഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഞാൻ തുറന്നെഴുതുമെന്ന് P ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയില്ല. കാരണം അത് EP ജയരാജൻ അതിനെ വിറ്റെടുത്ത് കഴിഞ്ഞു, അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞു. പാർട്ടിയിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും എന്ന് EP ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതേ ഡയലോഗ് തന്നെ P ജയരാജനെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വില കിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു, എന്ന ഒരു പുതിയ പരിപാടി ആലോചിക്കാം. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് ശക്തമാണ്, അത് വളരെ കാര്യമായി നടക്കുന്നു, അത്തരം കാര്യങ്ങൾ എനിക്ക് വ്യക്തമായ വിവരമുണ്ട്, അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, അതല്ല ഞാൻ കൃത്യമായിട്ട് എഴുതിയിരിക്കും, അതിൻ്റെ വിവരങ്ങളെല്ലാം ഉണ്ട് എന്നാണ് P ജയരാജൻ ഇപ്പോൾ തൻ്റെ പുസ്തക പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അടിച്ചു വിട്ടിരിക്കുന്നത്. ഇനി പുസ്തക പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണോ അത് റിയൽ ആണോ എന്നത് നമുക്കറിയാം, അത് റിയൽ തന്നെയാണ്. എന്നാൽ അത് പുസ്തക പ്രൊമോഷൻ്റെ ഭാവം കൂടി തന്നെയാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വളരെ വിവാദമായ ഒരു വിഷയമാണ്, വളരെ സങ്കീർണമായ വിഷയമാണ്, വളരെ ചർച്ച ചെയ്ത വിഷയമാണ്. അത് പിണറായി വിജയൻ നിഷേധിച്ച വിഷയമാണ്. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നിന്നും IS-ലേക്ക് ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടിയുടെ വലിയ നേതാവ് തലതൊട്ടപ്പൻ നിഷേധിച്ച കാര്യമാണ്. ആ നിഷേധിച്ച കാര്യം ഞാൻ എൻ്റെ പുസ്തകത്തിൽ റിയലായിട്ട് എഴുതും, അത് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെയാണ് EP ജയരാജൻ തൻ്റെ തൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നു എന്നതിനേക്കാൾ 3 ഇരട്ടി കയറ്റി അടിച്ചിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ വലിയ ചർച്ചയായ കാര്യം, ഇനിയും ചർച്ചയാവുന്ന കാര്യം, ഒരു സങ്കീർണമായ വിഷയം ഞാനിതാ തുറന്നെഴുതുന്നു പറയുമ്പോൾ P ജയരാജൻ്റെ പുസ്തകത്തിനായിരിക്കും EP ജയരാജൻ്റെ പുസ്തകത്തിനേക്കാളും ഡിമാൻഡ് കൂടുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തുറന്നു പറഞ്ഞിരിക്കുന്നു. തുറന്നു പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. കേരളത്തിൽ ഈ IS റിക്രൂട്ട്മെന്റ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ പല കണക്കുകളും നമുക്ക് മുന്നിലുള്ളതാണ്. അത് PC ജോർജ് വളരെ കൃത്യമായിട്ട് ഈരാറ്റുപേട്ട എന്ന പ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ്. അന്ന് അയാളെ ഒരു വട്ടനായിട്ടും തീവ്രവാദിയായിട്ടും ചിത്രീകരിച്ചാണ്. ഇപ്പോൾ PC ജോർജ് വന്ന് പറയുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്നെ നിങ്ങളെല്ലാം കൂടി വട്ടനാക്കി തീവ്രവാദി, ഇപ്പോൾ ഇതാ P ജയരാജൻ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ആ സമയത്ത് തന്നെ എടുത്ത് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്ന് പോട്ടെ, പുസ്തകങ്ങൾ വിൽക്കട്ടെ, പുസ്തക വിപ്ലവം നടക്കട്ടെ. നമുക്കെന്തായാലും ചെങ്കോട്ടയിൽ ചെങ്കൊടി കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പിന്നെ പുസ്തക വിപ്ലവമെങ്കിലും നടക്കട്ടെ. അഭിവാദ്യങ്ങൾ.